അപ്പോൾ ഇന്ന് ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ് ഞാൻ. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്നിങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ ബാൽക്കണിയിലെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ഓലൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മീൻകറി, അതായത് തലശ്ശേരിക്കാർ പറയുന്ന മുളകിട്ട മീൻകറി, അയല ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇന്ന് കുക്ക് ചെയ്യാന്ന് വെച്ചു. പിന്നെ അപ്പം എന്താണ് തോന്നുന്നത്, വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞു, റൈസ് കുക്കറാണ്. അപ്പോൾ അതിന് 2 മണിക്കൂർ കഴിഞ്ഞാൽ തുറന്നാൽ മതി. അപ്പോൾ ഇനി കറിയും നമ്മുടെ ഓലനും വെക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ലഞ്ചിലുള്ള പണികളൊക്കെ ഞാൻ തുടങ്ങി. നേരത്തെ ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഓലൻ ഉണ്ടാക്കാൻ പച്ചക്കായൊക്കെ വേണം. ഞാനിവിടെ കുമ്പളങ്ങിയും അച്ചിങ്ങയും മാത്രമാണ് എടുത്തത്. അച്ചിങ്ങ നമ്മൾ തലശ്ശേരിക്കാർ കോട്ടപ്പയർ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുക? അച്ചിങ്ങ. ഈ കൊച്ചിക്കാരൊക്കെ അച്ചിങ്ങ എന്നാണ് പറയുന്നത്. ഇവിടെ കോട്ടപ്പയർ എന്ന് പറഞ്ഞ് കടയിൽ കിട്ടില്ല, അച്ചിങ്ങ എന്ന് തന്നെ പറയണം. അപ്പോൾ ഞാൻ പച്ചമുളകും അച്ചിങ്ങയും കുമ്പളങ്ങിയും ഇട്ടു. എന്നിട്ട് അത് സാധാരണ വേവിച്ചെടുക്കുവാണ്. ഓലൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കണം എന്നുള്ളത് മാത്രമേ ഒരു ടാസ്ക്കായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചത്. പൊതുവേ ഞാൻ ലഞ്ചിന് ഒരു മീൻ കറി ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ വെജിറ്റബിൾ തോരനോ എന്തെങ്കിലും ഉണ്ടാക്കും. അല്ലെങ്കിൽ പച്ചക്കറിയാണെങ്കിൽ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും. ഇന്നിപ്പോൾ മീൻകറി മുളകിട്ടത് കൊണ്ട് ഞാൻ ഓലൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ഓലൻ അവിടെ നിന്ന് റെഡി ആകുന്നുണ്ട്. നമുക്ക് മറ്റൊരു സൈഡിൽ മീൻകറി നമുക്ക് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് മീൻകറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ഓലൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, വെന്ത് വന്നു. അപ്പോൾ ഇനി ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പോൾ തേങ്ങാപ്പാലിൽ കുറച്ച് സമയം കൂടി ഒന്ന് ഇതായി കിട്ടട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ അങ്ങനെ റെഡിയായി. ഞാൻ കുറച്ച് ഓലനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് ഈ കല്യാണ സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒന്ന് ഈ കൂട്ടുകറി, പിന്നെ ഈ ഓലനാണ്. ഓലൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ചട്ടിയിലേക്ക് ഒരു 1.5 തക്കാളിയാണ് ഞാനത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ നല്ല തിക്ക് നമുക്ക് കിട്ടും. പിന്നെ അതിൽ കൂടെ ഞാൻ ചെറിയ ഉള്ളി, കൊച്ചുള്ളി ഞാൻ കുറച്ച് അരിഞ്ഞിട്ടു. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ഞാൻ ചതച്ചതാണ് ഇട്ടത്. അങ്ങനെ ചട്ടിയിൽ നല്ല നാടൻ മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. ചില ആൾക്കാർ ഇവിടെയൊക്കെ കുടംപുളിയാണ് മീൻകറിക്ക് യൂസ് ചെയ്യാറ്. നമ്മളെ നാട്ടിലൊക്കെ സാധാരണ വാളംപുളിയാണ്. അപ്പോൾ ഞാൻ ആ പുളി പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഞാൻ കുറച്ച് ഗ്രേവി തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ എരിവാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് 2 മിക്സ് ചെയ്തിട്ടാണ് ഇടാറ്. പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവീൻ്റെ ആവശ്യത്തിനുള്ള വെള്ളവും നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് മീനും കൂടി ഇട്ട ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടു. അപ്പോൾ അയലയാണ് ഞാനിവിടെ നേരത്തെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപ്പും ഇട്ട് പുരട്ടി വെച്ചതാണ്. കുറച്ച് സമയമായി പുരട്ടി വെച്ചിട്ട് അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചട്ടിയിലെ മീൻകറി അവിടെ റെഡി ആവട്ടെ, ഞാൻ മൂടി വെക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഓലൻ ഒരു സൈഡിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പപ്പടം ഞാൻ ഇങ്ങനെ പകുതി മുറിച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ചെറിയ ഈ വറുത്തിടുന്ന ഇതിൽ നിന്നാണ് ഞാൻ പപ്പടം കാച്ചാറ്. അപ്പോൾ വലിയ ഇതിലേക്കൊക്കെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് പപ്പടമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഒരു വലിയ പപ്പടം അതിലേക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ പപ്പടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻകറി ഒന്ന് ചട്ടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി മലബാറി മീൻകറിയും റെഡിയായി. അപ്പോൾ എൻ്റെ മീൻകറിയും ഓലനൊക്കെ റെഡിയായി. ഇനി ലഞ്ച് കഴിച്ചാൽ മതി. അപ്പോൾ പുറത്ത് നല്ല വെയിലാണ്. ഇതാണ് എൻ്റെ ബാൽക്കണി വ്യൂ. അപ്പോൾ അപ്പുറത്ത് അപ്പാർട്ട്മെൻറ്റ് വീടുകളൊക്കെ ഉണ്ട്. അതാണ് SN ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ. മെട്രോ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ എല്ലാവരും പുതുവർഷത്തിൽ പുതിയ പുതിയ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതെന്നറിയാം. അപ്പോൾ ഞാനും ഇവിടെ തകൃതിയായിട്ട് നടക്കുകയാണ് എൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെ ആയിട്ട്. ഇത് അവിടെ മിൽമ ഡയറി ഉണ്ട്. രാവിലെ നല്ല വ്യൂ ആയിരിക്കും, നല്ല ഫോഗായിരിക്കും അവിടെ. ഇപ്പം ഡിസംബർ കഴിഞ്ഞുകൊണ്ട് ഡിസംബറിലൊക്കെ നല്ല ഫോഗായിരുന്നു. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിച്ച് സുഖമായിരിക്കും. ബൈ, ടാറ്റാ.